നമ്മളിപ്പോൾ പോകുന്നത് നന്ദൻ്റെ സ്കൂളിലോട്ടാണ്. അവിടെ നിന്ന് ചെറിയൊരു കലാപരിപാടിയുണ്ട്. ഇത് കണ്ടോ നമ്മുടെ സ്ഥലം? അടിപൊളിയല്ലേ? പുതിയ പാലമാണ് കേട്ടോ, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ നമുക്ക് ബസ് കയറി വേണം നന്ദൻ്റെ സ്കൂളിലെത്താൻ. ആ കാണുന്നതാണ് നന്ദൻ്റെ സ്കൂള്. ഇത് പണ്ടത്തെ മർഫി സാഹിബിൻ്റെ ബംഗ്ലാവാണെന്നാണ് പറയുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ കല്യാണക്കുട്ടിയുടെ പാട്ടിട്ടേക്കുമായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസായിരുന്നേ. അപ്പം ഞാൻ ശരിക്കും എൻ്റെ സ്കൂൾ കാലം ഓർത്തുപോയി. അന്ന് പക്ഷേ നമുക്ക് ടീച്ചേഴ്സിനെയൊക്കെ പേടിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജർ അടക്കം എല്ലാവരും കൂടി ചേർന്ന് ഒരു ക്രിസ്മസ് സോങ് പാടി എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അത് കഴിഞ്ഞ് നമ്മുടെ അഞ്ചു മിസ് കുട്ടികൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അവർ കേക്കൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ പുൽക്കൂട് കണ്ടാലോ? നല്ല അടിപൊളി പുൽക്കൂടാണ് പിള്ളേരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് അപ്പടി ഇഷ്ടമായി. അപ്പോൾ നേണ്ടാ ഒരു കുഞ്ഞുക്കിളി വന്നിട്ട് എന്നോട് പറയുക ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാമോ എന്ന്. അതിൻ്റെ പുറകെ ഓരോരുത്തരായിട്ട് വന്നു. ഞാൻ എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തു. അവർക്ക് അപ്പടി സന്തോഷമായി. അത് കഴിഞ്ഞ് ഞാൻ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരെയും ഇരുത്തി അവിടും ഫോട്ടോ എടുത്തു. ഇങ്ങനെ ഇറങ്ങാൻ നേരം എല്ലാവരും പറഞ്ഞു ഒരു ഫോട്ടോ കൂടി എടുത്തു തരാമോന്നു. അങ്ങനെ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഈ സ്കൂളിൻ്റെ പുറകുവശത്തുകൂടെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വന്ന പാലം കാണാൻ പറ്റും. കണ്ടോ? ആ കാണുന്നതാണ് നമ്മുടെ പാലം. കണ്ടോ? ഇനി അങ്ങ് വരെ നമുക്ക് പോകണം. അപ്പം അതിക്കും മുന്നേ ഇവനായിട്ട് ഇറങ്ങുന്നതല്ലേ, ആ ബേക്കറിയിലൊക്കെ കയറി ഒരു ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത് എന്നിട്ട് വേണം പോകാനായിട്ട്. ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോയ്ക്ക് പോകും, ഇല്ലെങ്കിൽ പയ്യെ നടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്ദൻ്റെ ക്രിസ്മസ് വിശേഷം. ഇനി നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തറവാട്ടിലോട്ട്.